പ്രിയമുള്ളവരെ, മറ്റൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. ബന്ധങ്ങളുടെ അടിസ്ഥാനം. എല്ലാ ബന്ധത്തിനും ഒരു അടിസ്ഥാനമുണ്ട്. എല്ലാ ബന്ധത്തിനും സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഒരു അടിസ്ഥാനമുണ്ട്. കാരണം പരസ്പരം സുഹൃത്തുക്കൾ തമ്മിൽ ഈഗോയോ അല്ലെങ്കിൽ ഞാൻ വലുത് നീ വലുത് അങ്ങനെ ഒരു കാര്യം സുഹൃത്ത് ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ ആ സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടും. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബന്ധം, മക്കൾ എങ്ങനെയൊക്കെയായാലും എന്തൊക്കെയായാലും സ്വന്തം മക്കളോട് ഒരു വാത്സല്യവും ഒരു സ്നേഹവും ഒരു അൺകണ്ടീഷണലായിട്ടുള്ളൊരു സ്നേഹം നിലനിർത്തിയാൽ അവിടെ അതൊരു മനോഹരമായിരിക്കും. മക്കൾക്ക് മാതാപിതാക്കളോടുള്ള ബന്ധം എത്ര തമാശയും എത്ര കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ പേരൻസ് ആണെന്നുള്ളൊരു ബോധം അവർക്കെപ്പോഴും ഉണ്ടെങ്കിൽ ആ ബന്ധം എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെയാണ് ഭാര്യ-ഭർതൃ ബന്ധം. ഭാര്യ-ഭർതൃ ബന്ധത്തിൽ ഈ ടോപ്പിക്കിൽ ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ബന്ധത്തെക്കുറിച്ചാണ്. ഭാര്യ-ഭർതൃ ബന്ധത്തിൽ പ്രധാനമായിട്ടും അവർക്ക് ഒറ്റ അടിസ്ഥാനമേ ഉള്ളൂ, അവർ തമ്മിലുള്ള പ്രണയം. ആ പ്രണയം മുൻനിർത്തിയാണ് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. പ്രണയം എന്ന് പറഞ്ഞാൽ അവർ തുടക്കകാലത്ത് വിവാഹ സമയത്ത് ആ ഒരു പ്രണയം ഒരു 3 മാസം 6 മാസം വരെയൊക്കെ നിൽക്കും. അതിന് ശേഷമാണ് അവർ തമ്മിൽ അസ്വസ്ഥതകൾ തമ്മിലുണ്ടാകുന്നത്. അവരുടെ അടിസ്ഥാനപരമായുള്ള ദൗത്യമെന്ന് പറഞ്ഞാൽ പ്രണയത്തിനപ്പുറത്തേക്ക് അവർ തമ്മിൽ ഒരു സ്വരച്ചേർച്ച ഇല്ലാതെ പോകരുത്. കാരണം എല്ലാം അതിനെ ബേസ് ചെയ്തായിരിക്കണം. കാരണം ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഭാര്യയിൽ നിന്ന് ഒരു പ്രണയപരമായ ഒരു സംസാരവും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കണം എപ്പോഴും ഉണ്ടാകുന്നത്. ഇപ്പം എന്ത് കാര്യങ്ങൾ ചെയ്യിക്കണമെങ്കിൽ പോലും അതിനോട് എന്താ പറയുക, അതിനെ ആ ഒരു സൗമ്യതയും സ്നേഹവും വിട്ടിട്ട് സംസാരിക്കരുത്. വിട്ടിട്ട് സംസാരിച്ചാൽ അത് മറ്റൊരാളായിട്ടാണ് ഭർത്താവിന് ഫീൽ ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വഴക്ക് പറയുക, അതങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, നിങ്ങളിങ്ങനെയാണ് അങ്ങനെയാണ്, നിങ്ങളിത് ചെയ്തേ പറ്റൂ, അത് ചെയ്തേ പറ്റൂ, അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ ആ ഭർത്താവിന് ആ ഭാര്യയോട് തോന്നുന്നത് തൻ്റെ അമ്മ സംസാരിക്കുന്നത് പോലെയാണ് തോന്നുന്നത്, അല്ലെങ്കിൽ ശാസിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അങ്ങനെ ഒരാളോട് ആ ഭർത്താവിന് പിന്നീട് പ്രണയം തോന്നത്തില്ല എന്നുള്ളതാണ് വാസ്തവം. തിരിച്ചും അതേപോലെ ഒരു ഭർത്താവിന് ഭാര്യയോട് ഒരു ശാസനയുടെ ഒരു പഠിപ്പിക്കലിൻ്റെയും ശാസനയുടെയും ഒക്കെ ഒരു മനോഭാവമാണ് വരുന്നതെങ്കിൽ ആ ഭാര്യയ്ക്ക് ആ ഭർത്താവിന് ഒരു അപ്പൻ്റെ ഒരു എന്താ പറയുന്നത് ഉത്തരവാദിത്തമായിട്ടാണ് തോന്നുന്നത്. അവിടെ തിരിച്ച് പ്രണയം വരത്തില്ല. അപ്പോൾ ഈ രണ്ടു കൂട്ടരും പരസ്പരം പ്രണയം എന്നുള്ളൊരു കാര്യം വിട്ടിട്ട് സംസാരിക്കരുത്. എന്ത് കാര്യം നമുക്ക് ചെയ്യിക്കാം, ഏത് കാര്യവും പരസ്പരം ചെയ്യിപ്പിക്കാം. പക്ഷെ അത് സംസാരിക്കേണ്ട രീതിയും സംസാരിക്കേണ്ട വാക്കുകളും അത് ആ ബോധപൂർവമായിരിക്കണം. ഈ പ്രണയത്തിൻ്റെ പരിധി ലംഘിച്ച് അവർ പോകരുത്. അതിനപ്പുറത്തോട്ട് പറയാൻ എല്ലാവർക്കും അവിടെ റോളുകളുണ്ടല്ലോ. അപ്പൻ്റെ റോള് ഭാര്യ അല്ല, ഒരു അമ്മയുടെ റോള് ഭാര്യ ഏറ്റെടുക്കേണ്ട, ഒരപ്പൻ്റെ റോള് ഭർത്താവ് ഏറ്റെടുക്കേണ്ട. അത് ഏറ്റെടുക്കാൻ ഓരോ സ്ഥലത്തും ഓരോ വ്യക്തികളുണ്ട്. അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ തമ്മിൽ സ്നേഹിക്കുക, ആ പ്രണയം നഷ്ടപ്പെടാതെ അവസാനം വരെ പ്രായമാകുന്നവരെ കൊണ്ടുപോകുക എന്നുള്ളത്. പലപ്പോഴും പലർക്കത് സാധിക്കത്തില്ല. തുടക്കത്തിലെ ഭംഗിക്ക് ശേഷം പലരും ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിക്കുകയും കൺട്രോളിലാക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അവർ തമ്മിൽ യഥാർത്ഥ എസൻസ്, പ്രണയമെന്ന എസൻസ് നഷ്ടപ്പെട്ടിട്ട് അതൊരു കർമ്മമായി മാറുന്നത്, ആ ബന്ധം ഒരു കർമ്മമായി മാറുന്നത്. പിന്നീട് മക്കൾക്ക് വേണ്ടി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ജീവിക്കാൻ രണ്ടുപേരും നിർബന്ധിതനാകുകയും പലപ്പോഴും ഡിവോഴ്സായിട്ട് ആ ബന്ധത്തിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് ഡിവോഴ്സായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നു. ബാക്കിയുള്ളവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ ബന്ധത്തിലും ഒരു എസൻസ് ഉണ്ട്. ആ എസൻസ് വിട്ടിട്ട്, ആ ഒരു അർത്ഥം വിട്ടിട്ട് ഒരു ബന്ധത്തിലും ഇടപെടാതിരിക്കുക. എക്സ്ട്രീം സ്വാതന്ത്ര്യം ഉപയോഗിക്കാം, പക്ഷേ ആ അർത്ഥം എപ്പോഴും കീപ്പ് ചെയ്യണം. ആ അർത്ഥം വിട്ടിട്ട് എവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ബന്ധം തകർന്നിരിക്കും. പിന്നീട് പരാതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോഴെപ്പോഴും ബന്ധത്തിൻ്റെ അർത്ഥം വിട്ടിട്ട്, ഓരോ ബന്ധത്തിൻ്റെയും പല ബന്ധങ്ങളും ഉണ്ട്, ആ ഓരോ ബന്ധത്തിൻ്റെ അർത്ഥം കീപ്പ് ചെയ്തുകൊണ്ട് വേണം ബന്ധം മുന്നോട്ട് പോകാൻ.